അമ്മേനെ പോലെ ഒരാളെ എനിക്ക് എൻ്റെ ലൈഫിൽ അമ്മയാണ് ശരിക്കും എന്നെ ഇത്ര എത്തിച്ചത്. അമ്മയും ഡൗൺ ആയിപ്പോയി, ഞാനും ഡൗൺ ആയി, എവിടെ എത്തില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. കോമൺ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയാവുന്ന ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. പണ്ടത്തെ ഫ്രണ്ട്സ് ഒന്നും എനിക്കില്ല. പെണ്ണിന്റെ ശത്രു പെണ്ണ് തന്നെയാണ്. നമുക്ക് ഒരാളടുത്ത് എന്തെങ്കിലും ഒരു തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മളെ അവരത് വെച്ചിട്ട് കുത്തി പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. ആ ആൾ എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എപ്പോഴും അസുഖമാണ്, ഫുൾ ടൈം അസുഖമാണ്, ഒന്നും ചെയ്യില്ല, നിനക്ക് പൊടി അലർജി, നിനക്ക് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരുപാട് ഷോക്ക് പോയി പറഞ്ഞില്ലേ, അന്നുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരു ക്യാബിലേക്ക് മാറ്റി നിർത്തിയിട്ട് പെസ്കിം വന്നു. എന്നിട്ട് ഞങ്ങൾ സംസാരിച്ച് റെഡിയാക്കി കൊണ്ടുപോയതാ. ഇത് കണ്ടതിന് അമ്മ അയ്യോ കുഞ്ഞെ ഇത് നിന്റെ വീടാണോ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയായിരുന്നു. ഇവിടെ വന്നു അമ്മേനെ ഇവിടെ കുറച്ച് സ്ഥലത്തൊക്കെ കൊണ്ടുപോയി. ഭയങ്കര സന്തോഷമായിരുന്നു ആൾക്ക്. എൻ്റെ ജീവിതം ഇങ്ങനെ ഒന്നും ആവൂന്ന് പ്രതീക്ഷിച്ചതേ അല്ല. അതൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. പണ്ട് ഞാൻ അങ്ങോട്ട് ഒരു ആഗ്രഹം പറയാത്തതുകൊണ്ട് അമ്മ ഇപ്പൊ എന്നോട് ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ടാണ് ഹാപ്പി ആയിട്ട് കണ്ടത്. ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല അമ്മേനെ നന്നായിട്ട് ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഞാനെല്ലാം യൂസ് ചെയ്തിട്ട് നോക്കും, യൂസ് ചെയ്തിട്ട് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അങ്ങനെ യൂസ് ചെയ്ത് നോക്കിയപ്പോ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ കാരണം കിട്ടിയതാണ് എന്റെ ഫേസിൽ ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ. അതേതായിരുന്നു പ്രൊഡക്റ്റ്? ഇപ്പൊ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ല. വേറെ ടെൻഷൻ ഒന്നും അടിക്കാണ്ടിരിക്കണം. ഇപ്പം ലൈഫിൽ ഇപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു കാര്യം. പിന്നീടെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാനത് ചോദിക്കാൻ വിട്ടുപോയതാ, അമ്മ അത്രയും വളർത്തി വലുതാക്കിയ ഒരു മോളാണ്, ഒരു അമ്മക്കുട്ടിയാണ്. അപ്പൊ എല്ലാവരോടും സ്നേഹം സ്വാഭാവികമായിട്ടും ഉണ്ടാവും, അമ്മ അങ്ങനെ സ്നേഹിച്ച് വളർത്തി വലുതാക്കിയോണ്ട്. അപ്പൊ അമ്മ ഭിക്ഷ എടുക്കാൻ പോയി, ആ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരോടൊക്കെ? ആരടുത്ത? പിന്നെ നേരത്തെ പറഞ്ഞ കൂട്ടുകാരിയോടൊക്കെ? അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അച്ഛനെ പറ്റിയിട്ട് ആളെന്നെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയാണ്. ഞാൻ അങ്ങോട്ട് പറയുകയും ചെയ്തു, എൻ്റെ ഒന്നും പ്രതീക്ഷിക്കരുത്, എനിക്ക് ഇങ്ങനെയാണ്. എനിക്ക് ഞാൻ ഇങ്ങനെ ആ ആള് വിഷമിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കാര്യം ഇപ്പം ആളുടെ ഒരു പ്രശ്നം പറ്റിയാലും ഞാനത് പറയില്ല. പക്ഷെ ഇവർ വിചാരിക്കും നമ്മളത് പിന്നീട് ഒരു വലിയൊരു പ്രശ്നമാക്കി സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ എനിക്കതങ്ങനെ പറ്റില്ല. ഇപ്പം എന്നെ ഒന്ന് കുത്തി നോവിച്ചാൽ പോലും ഇനി എന്തിനാ എന്നെ കുത്തിയെന്ന് ഞാൻ ചോദിക്കില്ല. എനിക്കങ്ങനെ ചോദിക്കാൻ എനിക്ക് അറിയില്ല. ഞാൻ ഇങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുക, കുത്തിയെങ്കിൽ കുത്തിയെന്നുള്ള രീതിക്ക് തന്നെ നിൽക്കുള്ളൂ. അപ്പം ആള് നമ്മുടെ നിന്ന് കുറേ വിവരങ്ങൾ ചോർത്തി നമ്മളത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വിഷമം. ഈ ആളുടെ അടുത്താണല്ലോ ഞാനത് പോയി പറഞ്ഞെന്നുള്ളത് എനിക്കത് ഭയങ്കര, എന്നോട് തന്നെ എനിക്കൊരു ഗിൽറ്റി ഫീൽ തോന്നിയത്. ഈ എപ്പോഴും പറയും ഈ പെൺകുട്ടികളാണ് പെൺകുട്ടികളുടെ ശത്രു. ഉറപ്പായിട്ടും ഭയങ്കര, അത് ഞാൻ 100% വിശ്വസിക്കും ഇതുവരെ എൻ്റെ ലൈഫിൽ. എന്ന് വെച്ചാൽ എനിക്കിപ്പോഴും ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് ആ കൂടെ ഒരു 5 പേരുണ്ടാവും ഫ്രണ്ട്സ്. അത് 2 ഗേൾസ് ആണെങ്കിൽ ബാക്കിയൊക്കെ ബോയ്സ് ആയിരിക്കും. ഇപ്പൊ എനിക്ക് കോമൺ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്ക് അറിയാവുന്ന ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. പണ്ടത്തെ ഫ്രണ്ട്സ് ഒന്നും എനിക്കില്ല. പണ്ടും എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, +1 +2 പഠിക്കുമ്പോൾ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ആളിപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ആൾക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. പെണ്ണിന്റെ ശത്രു പെണ്ണ് തന്നെയാണ്. നമുക്ക് ഒരാളടുത്ത് എന്തെങ്കിലും ഒരു തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മളെ അവരത് വെച്ചിട്ട് കുത്തി പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. ഇപ്പൊ ഞാൻ പറയാനായിട്ട് ഇനി അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അത് മോശമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും അവൾ അങ്ങനെ അതൊന്ന് പറഞ്ഞത് എന്നെ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു പറയും. നിസ്സാരം ഞാൻ ഒരു കാര്യം പറയാം, ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ലുഡോ കളിച്ചു. ഞങ്ങൾ ആ ഒരു ആളുമായിട്ട് ലുഡോ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവരെന്നെ വെട്ടിക്കഴിഞ്ഞാൽ ലുഡോയിൽ കളിക്കുമല്ലോ, വെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ഇവൻ എന്നെ എന്തിനാ വെട്ടണേ, വേറൊരാളെ വെട്ടിയാൽ പോരെന്നുള്ളത് എനിക്ക് ദേഷ്യം വരും. അപ്പൊ അവനെ അങ്ങനെ വെട്ടിയപ്പോഴത്തേനും ഇവൻ പറഞ്ഞു അപ്പു അങ്ങാണ് ആയിരിക്കണം, എന്റെ തല ഇപ്പൊ ഇവിടെ അറുത്തിട്ടേനെന്ന് പറഞ്ഞു. അപ്പൊ പറയുന്നത് വെച്ചാല് ശരിക്കും മനസ്സിലായല്ലോ, ഒരു തമാശ. അപ്പു ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുള്ളായിരുന്നടാ, ഇവള് അങ്ങനെ ചെയ്യാത്തത് നിന്റെ എന്തോ ഒരു ഭാഗ്യം എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. പക്ഷെ അത് വേറെ അടുത്ത് പോയി പറഞ്ഞേക്കുന്ന വെച്ചാല് അവര് തമ്മിൽ നമ്മള് തല്ലുകൂടാൻ വേണ്ടിയിട്ട് നമ്മളൊരു കീ പോയിന്റ് ഇട്ട് കൊടുത്താന്നുള്ള രീതിക്ക് ഇവര് സംസാരിക്കുക. അപ്പൊ ആൾക്കാരൊക്കെ എന്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ അങ്ങനെയൊക്കെ എന്തിനു ചെയ്തേന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണുള്ള കാര്യം. പിന്നെ ഗോസിപ്പുകളാണ് അല്ലേ, ഫ്രണ്ട്ഷിപ്പിനിടയിൽ ഗോസിപ്പുകൾ വന്നാൽ വലിയ പ്രശ്നമാണത്, കുത്തിത്തിരിപ്പ് വന്ന. ആൾ എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് നിനക്ക് എപ്പോഴും അസുഖമാണ്, ഫുൾ ടൈം അസുഖമാണ്, ഒന്നും ചെയ്യില്ല, നിനക്ക് പൊടി അലർജി, നിനക്ക് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ തമാശ എങ്ങനെ എടുക്കണ്ടേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഫുൾ അങ്ങനെ ഭയങ്കര അസുഖമാണോ, അവർക്ക് എപ്പോഴും വയ്യായികയാണ്, അങ്ങനെ പറഞ്ഞിട്ടൊരു മാറ്റി നിർത്തല് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഷോക്ക് പോയി പറഞ്ഞില്ലേ, അന്നുണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു ക്യാബിലേക്ക് മാറ്റി നിർത്തിയിട്ട് പെസ്കിം വന്നു. എന്നിട്ട് ഞങ്ങൾ സംസാരിച്ച് റെഡിയാക്കി കൊണ്ടുപോയതാ. അതായത് ഇവളുടെ അടുത്ത് പറഞ്ഞു ഇവൾക്ക് വയ്യ, പനിയായിരുന്നു ആ സമയത്ത്, നമുക്ക് ഡേറ്റ് കിട്ടി തന്നാ. അപ്പൊ ഇവള് പിന്നെയും ഞാൻ പറഞ്ഞു കേട്ട് ഉഷാറായിട്ട് ഇരിക്കാനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പൊ ഡാൻസ് റിഹേഴ്സലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മ പറഞ്ഞ്
ഞങ്ങൾ കളിക്കുന്നില്ല, കാരണം ഇവര് മുന്നേ പ്രാക്ടീസ് തുടങ്ങി, നമ്മുടെ അടുത്തൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് അവർക്ക് എവിടെ പോയാലും മെയിൻ ആണോ എന്നുള്ള ഒരു രീതി. അപ്പൊ തലേദിവസം വിളിച്ചിട്ട് ബയോ ഡാൻസ് കളിക്കാൻ നമ്മ എങ്ങനെ ചെയ്യാം. അപ്പൊ എസ്കിം പറഞ്ഞ് എസ്കിം കളിക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും 2 സൈഡിലായിട്ട് നിക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നിക്കണ സമയത്ത് ഇവള് ഇച്ചിരി ഓക്കെ അല്ലായിരുന്നു, പനിയുടെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഇവളുടെ അടുത്ത് വന്ന് പറഞ്ഞ്, കാരണം ഞാൻ ഇവള് സംസാരിക്കുന്നതും വേറൊരാൾ വന്ന് ഇതിന്റെ ഇടയിൽ വന്ന് സംസാരിക്കുന്നത് രണ്ടാ. ഞാൻ അതിൻ്റെതായ രീതിയിലേ പറയുള്ളൂ. ഇപ്പം പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, നീ കാരണം ബാക്കിയുള്ളവരുടെ ഓപ്പർച്യൂണിറ്റി കളയരുന്ന് പറഞ്ഞ നിനക്ക് പറ്റില്ലാന്നുണ്ടെങ്കിൽ ഇനി ഇറങ്ങി പൊക്കോ, താഴെ പോയി വേറെ റൂം ഉണ്ട്, നീ അവിടെ പോയി ഇരുന്നോ, പറ്റില്ലെങ്കിൽ പറയും ഇങ്ങനെ തന്നെ ചോദിച്ചോണ്ടിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ അത്രയും നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി നമ്മൾ ഈ ഷോയിൽ വരാൻ പാടില്ല, അതാണ് ഇവരുടെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായി. ഞാനപ്പോ തന്നെ അവിടുത്തെ ആ ചേട്ടൻ വന്നു, ആ ഒരു ക്രൂവിന്റെ ആള് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, അത് ഞങ്ങൾ ഇല്ലാന്ന് പറഞ്ഞു, ഞങ്ങൾ ഒഴിവാക്കിക്കോളാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ തന്നെ ബാക്കിയുള്ളവരെ ഇത് കേട്ടിട്ട് നിങ്ങളുടെ ഇത് കളയേണ്ട ആവശ്യമില്ല. ആള് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, അവരങ്ങനെ ആയിരിക്കാം, നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ ഒരു അവസരമാണ്, അത് ഞങ്ങൾ ശരിയാക്കി, സമയം ഇനിയുണ്ട്, താഴെ പോയി നിങ്ങളിത് ശരിയാക്കുന്നതാണ് അവർക്ക് കൊടുക്കുന്ന മറുപടി. എന്നിട്ട് മേളിൽ വന്നു, എല്ലാം ഓക്കെ ആയിട്ട് വന്ന് ഇരുന്നപ്പോഴത്തേന് ഇവരുടെ മുഖമൊക്കെ മാറി. നമ്മൾ വന്നിരുന്നപ്പോഴത്തേന് ഇവരുടെ മുഖമൊക്കെ മാറി. ഭയങ്കര എന്താ പറയാ, ശരിക്കും പറഞ്ഞ റിയൽ ലൈഫിൽ എന്ത് തരം ആൾക്കാരല്ലേ മൊത്തത്തില്. ശരിക്കും പറഞ്ഞാൽ ആരുടെടുത്തും അറ്റാച്ച്മെന്റ് വെക്കരുത്. ഞാൻ അങ്ങനെ പഠിച്ചത്. കാരണം എന്തേലും നമ്മളൊരു അറ്റാച്ച്മെന്റ് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് നമ്മളെ യൂസ് ചെയ്യുക, പിന്നെ നിന്ന് കൂത്ത, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമ്മളെ നെഗറ്റീവ് അടിപ്പിക്കണവരെ നമ്മള് അപ്പൊ തന്നെ ഒഴിവാക്കുക, അല്ലാണ്ട് ക്ഷമിച്ചു വിടരുത്. ക്ഷമിച്ചിട്ട് അത് വീണ്ടും ആവർത്തിക്കും. അതുകൊണ്ട് ഇപ്പൊ അങ്ങനത്തെ ആൾക്കാരല്ല നമ്മുടെ കൂടെ ഉള്ളത്. ആകെ ഒരു 5-6 പേരേ ഉള്ളൂ. 5-6 പേര് നല്ല രീതിക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണവരാ. ശരിക്കും മോളുടെ ഒരു അസുഖം മാറാൻ ഇത്രയും കഷ്ടപ്പെട്ട് പിന്നെ റോഡിൽ പോയി ഭിക്ഷ എടുത്ത ഒരു അമ്മ ഒരു അഭിമാനിക്കാം. ശരിക്കും പറഞ്ഞ രേവതിക്ക് അമ്മയെ കുറിച്ച് ഓർക്കും. അമ്മയെ കുറിച്ച് ഒരു 2 വാക്ക് പറഞ്ഞ്, അമ്മ എങ്ങനെയാണ് ഇപ്പോ, അമ്മ അത്രയും സ്നേഹത്തോടെ നോക്കുന്നുണ്ടോ? ഇപ്പം അമ്മ ഭയങ്കര സന്തോഷമാണ്. അമ്മയോട് വന്ന് എനിക്ക് പണ്ട് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ സ്നേഹിക്കുന്ന ആളല്ലേ, ഞാൻ കല്യാണം കഴിക്കാൻ പോണ ആളുടെ കൂടെ എൻ്റെ അമ്മ കുറച്ച് നാൾ വന്ന് നിന്ന് എന്താ സന്തോഷം എന്നുള്ളതെന്ന് അറിയണം. ഞാനും അമ്മയും മാത്രം, വേറെ ഒരാളുണ്ടാവാൻ പാടില്ല. അങ്ങനെ ഞാൻ അമ്മേനെ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ ഇത് വന്ന് കണ്ടപ്പോ അമ്മയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് കണ്ടപ്പോഴത്തേനും അമ്മ, അയ്യോ കുഞ്ഞെ, ഇത് നിന്റെ വീടാണോ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയായിരുന്നു. ഇവിടെ വന്നു, അമ്മേനെ ഇവിടെ കുറച്ച് സ്ഥലത്തൊക്കെ കൊണ്ടുപോയി. ഭയങ്കര സന്തോഷമായിരുന്നു ആൾക്ക്. എൻ്റെ ജീവിതം ഇങ്ങനെ ഒന്നും ആവൂന്ന് പ്രതീക്ഷിച്ചതേ അല്ല. അതൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പം പണ്ട് ഞാൻ അങ്ങോട്ട് ഒരു ആഗ്രഹം പറയാത്തതുകൊണ്ട് അമ്മ ഇപ്പൊ എന്നോട് ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അമ്മേന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് വെച്ചാൽ വീട് റെഡി ആയിട്ടില്ല, ഞങ്ങളുടെ വീട് പണി റെഡി ആയിട്ടില്ല, വീട് ഒന്ന് റെഡി ആവണം. പിന്നെ അമ്മയ്ക്കൊരു മോതിരം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോതിരം ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സസ്പെൻസ് ആയിട്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ കുറച്ച് ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ 2 ആഗ്രഹമാണ് ഇപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞ ഒരു വീടാണോ? അപ്പൊ അമ്മ ഇപ്പൊ ആ വീട്ടിൽ നിന്ന് എന്തായാലും വരും. ഞങ്ങൾക്ക് ഒരു കുഞ്ഞു കടയുണ്ട്. ഞങ്ങളുടെ ആ ഏരിയയിൽ കടകളില്ല, പിന്നെ ജംഗ്ഷനിൽ പോകണം. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ചെറിയൊരു കടയൊക്കെ ഉണ്ട്. അവിടെ നിന്നാണ് ആ ഒരു വരുമാനത്തുകയും പിന്നെ അമ്മ സമ്പാദിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഇവിടെ നിന്ന് എല്ലാ മാസം അമ്മയ്ക്ക് പൈസ അയച്ചു കൊടുക്കും. അമ്മേന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം നമ്മൾ പെൺകുട്ടികളെ, പെൺകുട്ടികളെന്നല്ല, നമ്മൾ പിള്ളേരാണെങ്കിൽ പോലും നമ്മുടെ മാതാപിതാക്കളുടെ അടുത്ത് ചോദിക്കണം അമ്മേന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന്. അവർക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ ഉണ്ടാവുള്ളൂ, വലുതായിട്ട് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോ വല്ല ബിരിയാണി കഴിക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. എന്റെ അമ്മയുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോ അമ്മയ്ക്ക് ഒരു ചെറിയൊരു മോതിരം വേണം, സ്വർണ്ണമോതിരം അല്ലേ, പിന്നെ ഗുരുവായൂർ പോണോന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്തായാലും പോവാ, അപ്പൊ വിഷുവിനപ്പോ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ടായിരിക്കണേ. അപ്പം എനിക്ക് എൻ്റെ അമ്മേനെ പോലെ ഒരാളെ എനിക്ക് എൻ്റെ ലൈഫിൽ അമ്മയാണ് ശരിക്കും എന്നെ ഇത്ര എത്തിച്ചത്. അമ്മയും ഡൗൺ ആയിപ്പോയി, ഞാനും ഡൗൺ ആയി, എവിടെ എത്തില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള. നമുക്ക് വേണ്ട, ജീവിക്കാം എന്നുള്ളത്. കാരണം ചേട്ടനെ ഓൾറെഡി സേഫ് ആയിരുന്നു, വേറൊരു വീട്ടുകാരല്ലേ നോക്കിയത്. അപ്പൊ അവർ അത്യാവശ്യം കാശുള്ളവർ, ചേട്ടനെ പഠിപ്പിച്ചതെല്ലാം അവർ തന്നെ. അപ്പൊ ചേട്ടന്റെ ലൈഫ് എന്തായാലും ഓക്കെ. അപ്പൊ എന്നെ അമ്മേനെയാണ് ആൾക്കാരെല്ലാം ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത്. സ്ത്രീകളായത് കൊണ്ട് കൂടിയായിരിക്കും, അതാണെന്ന് തോന്നുന്നു. കാരണം ആണൊരുത്തൻ ഇല്ലല്ലോ വീട്ടിൽ. ആണൊരുത്തൻ വീട്ടിലില്ലെങ്കിൽ പല പ്രശ്നങ്ങളും ആ കുടുംബത്തിനുണ്ടാവും. കാരണം എനിക്ക് വീട്ടിലെ എൻ്റെ കൂടെ ഒരു സപ്പോർട്ടീവ് ആയിട്ട് അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഞാനും അമ്മയെ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മേനെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ സൂയിസൈഡ് ചെയ്യാമെന്ന് വരെ നോക്കിയപ്പം എന്തോ ഭാഗ്യത്തിന് ചെയ്തില്ല. അത് ചെയ്തിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇതുവരെ എത്താൻ പറ്റില്ല. ഇതൊക്കെ കണ്ട എൻ്റെ അമ്മ എന്തായാലും അഭിമാനിക്കുന്നുണ്ട്. അമ്മയ്ക്ക് അങ്ങനെ വലിയ ലോകബോധം ഇല്ല, ആൾക്ക് ലോകബോധം ഓർത്തിട്ടേ ഇപ്പൊ അമ്മ ഭയങ്കര ഇത് ആ ഒരു ലൈഫ് ഭയങ്കര ചേഞ്ചാ വന്നത്.
രേവതിയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമ പോലെ എനിക്ക് തോന്നുന്നത്. റിയൽ ലൈഫിൽ ഇത്രയും അനുഭവിച്ച ഒരാളാണല്ലോ. പക്ഷെ ഇത് പറഞ്ഞ ആരും വിശ്വസിക്കില്ല. ആരും വിശ്വസിക്കില്ല. ഈ വീഡിയോ ഒക്കെ കാണുമ്പോഴേ ഞാനൊക്കെ വിചാരിച്ച രേവതി ഭയങ്കര ഭയങ്കര പാമ്പർ ചെയ്ത് അച്ഛനും അമ്മയും വളർത്തിയ ഒരു കുട്ടി നമ്മൾ അങ്ങനെ പുറത്തുനിന്ന് വിലയിരുത്താം. അപ്പം എന്താ പറയാ, നമ്മളൊരു ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയുന്നത് പോലെ നമ്മൾ ചെയ്യാൻ പാടില്ല, ഒരു പുറമേ നിന്ന് പ്രെജുഡൈസ് ചെയ്യാൻ പാടില്ല. ഞാനിപ്പോ പറയുമ്പോഴും എനിക്ക് അറിയുന്ന ആൾക്കാർ വരെ പറയും ഞാൻ വെറുതെ റീച്ച് ആവാൻ വേണ്ടിയിട്ടൊക്കെ പറയണതായിരിക്കും എന്ന് പറയുള്ളൂ. പക്ഷെ എനിക്കറിയാം, ഞാൻ എൻ്റെ അമ്മയ്ക്കും അറിയാം ഞാൻ എന്തോരം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഇപ്പൊ നാട്ടുകാരൊക്കെ കാണുന്നുണ്ടാവും വീഡിയോസ് ഒക്കെ, അവർക്കൊക്കെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കൊള്ളും. കാരണം അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ലോകബോധം ഇല്ല, ആളധികം പഠിച്ചിട്ടില്ല, വിദ്യാഭ്യാസം ഇല്ല. പിന്നെ അമ്മയ്ക്ക് ഇൻസ്റ്റഗ്രാം അങ്ങനൊന്നും അറിയില്ല, എടുത്ത് നോക്കി ഇത് വീഡിയോ ആണ്. ഞാനിപ്പോൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുമ്പോൾ ഇങ്ങനെ പറയും അക്കുവിന്റെ സ്റ്റാറ്റസ് ഇന്ന് കണ്ടായിരുന്നു എന്ന് ഇങ്ങനെ പറയുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. എന്നെ വിളിച്ചിട്ട് ചോദിക്കും ഇത് ആൾക്കാരൊക്കെ എന്റെ വീഡിയോ കൊണ്ടുപോകും, നീ എന്തിനിങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടേക്കണേന്ന് ചോദിക്കും. വാട്സപ്പിൽ ഇട്ടാ പോലും അമ്മയ്ക്ക് അറിയില്ല അത് വാട്സപ്പാണ്, നമ്മൾ മാത്രം കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ എന്നൊന്നും അറിയില്ല. വീഡിയോസ് കാണുമ്പോൾ കുട്ടുവിന്റെ വീഡിയോസ് കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. കുട്ടി ഇങ്ങനെ ഓരോ വീഡിയോയിലൊക്കെ അഭിനയിക്കുന്ന കാണുമ്പോൾ അമ്മ ഇങ്ങനെ പറയും, എന്നെ വിളിക്കും. അമ്മയ്ക്ക് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ വിളിച്ചിട്ട് പറയും എന്താ രണ്ടുപേരും കൂടെ കാണിക്കുന്നേ, നല്ല രസമുണ്ട് വീഡിയോ എന്നൊക്കെ പറഞ്ഞു. നല്ല രസമാണ് നിങ്ങളുടെ. എനിക്ക് പുറത്തുനിന്ന് ആൾക്കാർ നോക്കുമ്പോ എന്നോട് ചോദിക്കും നിനക്ക് ഇത്ര തൊലിക്കട്ടി, അതിന് കളിയാക്കും ചിലവര്. പക്ഷെ ഞാനിവിടെ ഹാപ്പി ആക്കി നിർത്താൻ എന്തെങ്കിലും. നമ്മള് പുറത്ത് പോകുമ്പോൾ ഒരുപാട് പേര് പറയും വീഡിയോസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ട് എന്നൊക്കെ പറയും. ഒരു വട്ടം ഞാൻ എന്റെ വീട്ടിൽ പോയി. അപ്പൊ ഞങ്ങളിത് ഒരു ദിവസം ഞങ്ങളുടെ വീടിന്റെ അവിടെ ഷഷ്ടി കണക്കാം. അപ്പൊ അന്നാണ് ആദ്യമായിട്ട് ഈ റീച്ച് ആയി കഴിഞ്ഞതിന് ശേഷം പോണത്. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ നിക്കാം. അപ്പൊ അമ്മയുണ്ട്, അമ്മയ്ക്ക് ഭയങ്കര പേടിയുള്ള ആളാ. കാരണം ഇവിടെ കളമശ്ശേരിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആലുവയിൽ അടക്കം ഞങ്ങളെ വിളിക്കും. എന്നിട്ട് അവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ട് കേട്ടാ, സൂക്ഷിക്കണോട്ടാ, അങ്ങനത്തെ ഒരാളാ. പെട്ടെന്ന് ആൾക്കാരൊക്കെ നമ്മളെ ഐഡന്റിഫൈ ചെയ്തിട്ട് മറ്റേ ആള് മറ്റേ അങ്ങനെ പറഞ്ഞപ്പോ അമ്മയ്ക്ക് പേടി. അമ്മ ചോദിച്ചു നീ എന്തെങ്കിലും ഞങ്ങളറിയാണ്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും പരിപാടി ഒപ്പിക്കുന്നുണ്ടോ. ആളെ അവൾക്ക് ഭയങ്കര പേടിയാ. ഇപ്പൊ അമ്മയും അച്ഛനൊക്കെ ഹാപ്പിയാണ്, വീഡിയോ കാണാറുണ്ട്. കാണാറുണ്ട്. ഒരു വീഡിയോ ഒരു 10 തൊട്ടൊക്കെ കാണും. ചിരിക്കും. എന്നിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ വീട്ടിൽ പോകുമ്പോ ഞങ്ങളുടെ വീഡിയോസ് എടുത്ത് വെച്ച് ഇങ്ങനെ കാണും. ഞങ്ങള് സ്വന്തം വീഡിയോ കാണുമ്പോ നമുക്കൊരു ചമ്മൽ ഉണ്ടാവും, അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര ചിരി വരും. ഇത് ഞങ്ങളെന്നെ ആണോ എന്നുള്ള രീതിക്ക് ഞങ്ങൾക്ക് ഭയങ്കര ചിരി വരും. ഞങ്ങൾ അന്ന് ടിവിയിലൊക്കെ വന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു, അവര് ഭയങ്കര പ്രൗഡായിരുന്നു. ശരിക്കും അമ്മ ഇപ്പം പണിക്ക് പോകുന്നുണ്ടോ? ഇപ്പഴും പോകുന്നുണ്ട്. അമ്മയോട് പോവണ്ടെന്ന് പറഞ്ഞാലും അമ്മ പോകും. ആള് വളർന്നു വന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് കുറച്ചു നേരം അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ ഇരിക്കാൻ പറ്റില്ല. അവൾക്ക് അന്ന് അടങ്ങിയിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോ എന്തെങ്കിലും അസുഖമൊക്കെ വരിക. അമ്മയ്ക്ക് വയ്യായിക ഉണ്ട്, അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ വെരിക്കോസ് ഉണ്ട്, കുറെ പ്രശ്നങ്ങൾ ആൾക്കുണ്ട് ലൈഫിൽ. വീട്ടുപണിയാണോ ചെയ്യുന്നത്? ആളാദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ടാണ് ഹാപ്പി ആയിട്ട് കണ്ടത്. ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. കണ്ടു കേട്ടോ, നല്ല ഹാപ്പി ആയിരുന്നു. ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല അമ്മേനെ. അമ്മേനെ നന്നായിട്ട് ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്തെങ്കിലും ഗോസിപ്പൊക്കെ പറയുമ്പോ ചിരിക്കുന്നല്ലാണ്ട് ഇവിടെ വന്നപ്പോ അമ്മ ഭയങ്കര സന്തോഷമായിരുന്നു. പോകാൻ നേരം എനിക്കും ഭയങ്കര സങ്കടമായി, അയ്യോ അമ്മ പോയല്ലോ എന്നുള്ളൊരു ഇതായി. ഞങ്ങളെന്റെ പകുതി വഴി പോയിട്ട് ഞങ്ങൾ പറഞ്ഞു വണ്ടി തിരിച്ചാലോ വിടാനുള്ള. വിഷ്ണുവിന്റെ അച്ഛനും അമ്മ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, വർക്ക് എന്താ ചെയ്യുന്നത്? അമ്മ പാട്ട് ടീച്ചർ, അച്ഛനിപ്പോ നിലവിൽ മുന്നേ ഈ കല്ലുപണി അതൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പൊ പെയിന്റ് പണി മാത്രമായി. കാരണം പുള്ളിക്കൊരു ഇഷ്യൂ വന്നു, പെട്ടെന്ന് എന്താ പറയാ, പെട്ടെന്ന് ഓർമ്മയൊക്കെ പോയി, ആ ഒരു ഇതിലേക്ക് പോയി. അപ്പോൾ അതിനുശേഷം പിന്നെ പറഞ്ഞിട്ടുണ്ട് വലിയ ഹാർഡുള്ള ജോലി ചെയ്യരുത്. ഇപ്പൊ പെയിന്റ് പണി അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. വല്ലപ്പോഴൊക്കെ ഉള്ളു. അമ്മ സ്കൂൾ ടീച്ചർ. ഏറ്റവും ജീവിതത്തിൽ സന്തോഷിച്ച ഒരു നിമിഷം ഏതായിരിക്കും നിങ്ങൾ രണ്ടാളും? ഞങ്ങള് തമ്മില് ഒരുമിച്ചത്, അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. ഞാൻ 2 വർഷം ഞാൻ ചുമ്മാ വീട്ടിലിരുന്ന, നമുക്ക് എന്താന്ന് അറിയില്ല ഒന്നും. അപ്പൊ ഇവള് വന്നപ്പോ എനിക്ക് ഇമോഷൻസ് പറഞ്ഞ സാധനം ഉണ്ടായിട്ടില്ല. ഞാനിപ്പോ വല്ല ഇമോഷൻ ആയിട്ടുള്ള ഫിലിം കണ്ടുകഴിഞ്ഞാൽ ഞാനും ചിരിക്കും. പക്ഷെ അതൊക്കെ വന്നു തുടങ്ങിയത് ഇവള് കാരണം. പെണ്ണ് ലൈഫിൽ വന്നപ്പോഴാ മാറ്റം. അതന്നെ, വല്ലാത്തൊരു മാറ്റം. കാരണം ഇത്രയും നല്ലൊരു കുട്ടിയല്ലേ കിട്ടിയേക്കുന്നേ. അതൊക്കെ അത്രേ ഉള്ളൂ അല്ലേ? അത് എപ്പോഴും മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ പ്രണയമാണെങ്കിലും സിറ്റുവേഷൻ കൊണ്ട് ഒരാളെ കിട്ടിയതാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വലിയ അതിസാഹസികമായ പ്രണയമൊന്നുമല്ല, പക്ഷെ അതിലൊരു രസമുണ്ട്. അതാണ് ഞങ്ങൾ ആ ഒരു ഒന്നില്ലാത്ത ടൈമിൽ ഹാപ്പി ആയിരുന്നു, എന്നാ ഇപ്പോഴും ഹാപ്പിയാണ്. ഇപ്പൊ എന്തായാലും സന്തോഷമാണ്. നമുക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നടന്നു. കാറ് വാങ്ങി, പിന്നെ ഇപ്പൊ വീട്, പിന്നെ ഇപ്പൊ നമ്മളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവാണ്. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. എൻ്റെ ലൈഫ് ഇങ്ങനെ ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല.
ഇങ്ങനെ ഒരാൾ വേണം, ഒരു ആണരത്തിന് വേണം, ഇങ്ങനെ ഒരു പെണ്ണും വേണം. കട്ടക്ക് നിക്കണം. ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എല്ലാം നേടാം. അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് മതി അല്ലേ? എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോ ഒരാൾ നെഗറ്റീവ് പറഞ്ഞാൽ അത് പോയി. അതെ. നിങ്ങൾ ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ഒരു കാര്യം എനിക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ യൂട്യൂബിനെ അല്ലെങ്കിൽ ഭാവിയിൽ എന്ത് സംഭവിക്കുക, യൂട്യൂബ് വരുമാനം അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ്, ഞാനൊരു ഇൻഫ്ലുവൻസറാണ്, അതിൻ്റെ ആ ഒരു ഇതിലങ്ങ് നിൽക്കുന്നില്ല, ഭ്രമിച്ചങ്ങനെ നിൽക്കുന്നില്ല. നിങ്ങൾ ജോലി ചെയ്ത് ജീവിക്കാൻ മനസ്സുള്ളവരാണ്. നമ്മുടെ ഫ്രണ്ട്സും പറയാറുണ്ട്, നമ്മളിപ്പോ പുറത്തൊക്കെ പോകുമ്പോഴത്തേനും എടാ നീ ഒരു ഇൻഫ്ലുവൻസർ ആണ്, നീ ആ രീതിക്ക് നിൽക്കുന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് അങ്ങനെ ഇല്ല. ഞങ്ങളൊരു ഭയങ്കര ഇൻഫ്ലുവൻസർ ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവർക്കും നമ്മൾ അറിയാന്നുള്ളൊരു മൈൻഡ് നമുക്ക് വന്നിട്ടേ ഇല്ല. നമുക്ക് അങ്ങനെ നമ്മളിപ്പോ ഇപ്പം നോർമലി ഒരാൾ വന്ന് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ അവരുടെ ചരിത്രം ഫുള്ള് ചോദിക്കും. ഫുള്ള് ചോദിച്ചിട്ട് നമ്മൾ വിടുകയുള്ളൂ. അങ്ങനെ ജാടായിട്ടോ അങ്ങനെ ഒന്നും ഇല്ല നമുക്ക്. അവിടെ എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരിക്കും കാണുമ്പോ. ഒരിക്കൽ കണ്ടവർ പിന്നെ മറക്കില്ല. നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ പലരും നെഗറ്റീവ് അധികം വരുന്നതെന്ന് വെച്ചാൽ, പോസിറ്റീവാണ് അധികം, നെഗറ്റീവ് അധികം വരുന്ന ഓരോ ഡബിൾ മീനിങ്ങിന്റെ ഒക്കെ ഓരോന്ന് ചെയ്യുമ്പോ. ഈയിടക്ക് ഉള്ളൊരു വീഡിയോ എനിക്ക് ഇഷ്ടമായി, ജീൻസിന് നമ്മൾ ഇരിക്കുമ്പോ അതങ്ങനെ റിലേറ്റബിൾ അല്ലേ? ഞാനപ്പോ ഓർത്തുവിട്ടെ, ഞാനും ഇടയ്ക്ക് ഞാനങ്ങനെ ഇരിക്കാറുണ്ട്, ഇതെന്താ ഇങ്ങനെ വരുന്നത്. അപ്പൊ ബോയ്സിന് അങ്ങനെ വരാറില്ല, നമ്മൾ ഗേൾസിനാണ് അങ്ങനെ വരാറ്. അത് ഭയങ്കര ആ ഐഡിയ ഒക്കെ ശരിക്കും അങ്ങനെ ഇരുന്നതാണ് ഞാൻ. അപ്പൊ ഞാൻ വീഡിയോ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോ ഇതെന്താ ഇങ്ങനെ. അത് നമുക്ക് വരുന്നതാട്ടോ, പെൺകുട്ടികൾ ഇരിക്കുമ്പോ അങ്ങനെ വരും സാധാരണ. അപ്പൊ നമ്മളതൊരു കണ്ടന്റ് ആക്കി. അതുപോലെ 50 Shades of Grey, അത് കണ്ടിട്ട് കരയുന്നത്. അത് ശരിക്കും എന്താ സിനിമ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. സിനിമ തന്നെയാണോ അതോ? ഞാൻ കണ്ടിട്ടുണ്ട്, സിനിമ തന്നെയാ. ഭയങ്കര സിനിമ. ഞാനത് അത് കണ്ടിട്ട് കരയുന്ന കണ്ടിട്ടേ ഭയങ്കര കരച്ചില് വരുവോ? കണ്ടോക്കെ ചിലപ്പോ കരച്ചില്. ഞാനൊന്ന് കണ്ടോക്കട്ടെ, അത് കണ്ടവരുണ്ടെങ്കിൽ കണ്ടിട്ട് റിവ്യൂ പറയണോ? കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ഇട്ടോ. പിന്നെ ജിഷ്ണു കണ്ടിട്ട് കരഞ്ഞ സിനിമയാണ് 50 Shades of Grey. അവരുടെ കണ്ടന്റ്. പിന്നെ നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആവാൻ എന്താ ചെയ്യുന്നത്? എവിടെയെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴാണോ? എന്താണ് ഹാപ്പി ആയിരിക്കാൻ എന്നും ചെയ്യുന്നത് നിങ്ങൾ? ഞങ്ങൾ ഒരുമിച്ച്. ഇപ്പൊ എനിക്കാണെങ്കിൽ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. കുട്ടി അവിടെ പോയാലും എനിക്ക് അതിന്റെ പുറകെ പോയി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായാലേ ഞങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. രണ്ടുപേരും രണ്ട് സ്ഥലത്ത്. ഇവനാണെങ്കിലും വീട്ടിൽ പോവാറില്ല, ഒറ്റയ്ക്ക് വീട്ടിൽ പോയി നിൽക്കില്ല. ഞാൻ ഉണ്ടെങ്കിലേ പോവുള്ളൂ, ഞാൻ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പോവുള്ളൂ. കൂട്ടുകാരുടെ പോണെങ്കിൽ ഞാൻ വേണം. അങ്ങനെയാണ്, ഒറ്റയ്ക്കാക്കി പോവുക അങ്ങനെ ഇല്ല. അപ്പൊ രണ്ടുപേരും ഒരുമിച്ചുണ്ടെങ്കിലേ ആ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കിപ്പോ ജീവിതത്തിൽ ഇനി എന്താ ആഗ്രഹം ഉള്ളത്? ഇനിയിപ്പോ സ്വന്തമായിട്ട് ഒരു വീട്. എനിക്ക് BMW. പിന്നെ BMW. എനിക്ക് BMW വീടില്ല. വീട് വേണ്ട, BMW ആദ്യം എടുത്തിട്ട് വീട് വെക്കണമെന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. BMW എന്തായാലും ഒരെണ്ണം വാങ്ങിക്കണം എന്നുള്ളത്. ഞങ്ങൾ എനിക്ക് ഈ കാർ എടുത്ത സമയത്ത് ചിന്തിച്ചു, പക്ഷെ നമ്മ ഭാവിനെ കുറച്ചും കൂടി ചിന്തിക്കണല്ലോ. കാരണം എടുക്കുന്ന വണ്ടിക്ക് നമ്മ മെയിൻ്റെനൻസ് നോക്കണം, ആ വണ്ടി നോക്കണം. മെയിൻ്റെനൻസ് ഏറ്റവും വലിയ പണി. അതിനുള്ള സിറ്റുവേഷൻ ഇപ്പായിട്ടില്ല. അപ്പൊ പിന്നെ നമുക്ക് ഒതുങ്ങിയൊരു വണ്ടി എടുത്തു. ബിസിനസ് ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് പറയാനായിട്ടുണ്ടാവില്ല അല്ലേ? നിലവില് പ്രോസസിംഗ് ആണ്. അത് ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ ആരും തുടങ്ങിയിട്ടില്ല. നമ്മളിവിടെ കുറെ തപ്പി സംഭവം, പക്ഷെ ഇല്ല. നമ്മ അതിന് വേണ്ടി തൃശ്ശൂർ വരെ പോണ്ടി വന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ അൻസറിന്റെ കൊച്ച് ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു ഐഡിയ വന്നത്, അവനൊക്കെ ആയിട്ട്. അതിന് നമ്മള് അത് കഴിഞ്ഞിട്ട് സക്സസ് ആവും പിന്നെ വരാം. പ്രൊമോഷണൽ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ അതിന്റെ ജെന്യൂനിറ്റി നോക്കിയിട്ടാണോ ചെയ്യാറ്? ഞാനെല്ലാം യൂസ് ചെയ്തിട്ട് നോക്കും. യൂസ് ചെയ്തിട്ട് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അങ്ങനെ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ കാരണം കിട്ടിയതാണ് എന്റെ ഈ ഫേസിൽ ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ. അതേതായിരുന്നു പ്രൊഡക്റ്റ്? അതൊരു സെറം. ഏത് കമ്പനിയുടെ? അത് കമ്പനി എന്തോ മിയാന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള പറഞ്ഞു. കാരണം ആൾക്കാരെ ചിലപ്പോ അറിയാതെ ആൾക്കാർ ചിലപ്പോ വാങ്ങിക്കും. അതെനിക്ക് ഇൻസ്റ്റഗ്രാമില് ഫോളോവേഴ്സ് ഒന്നും ഇല്ലാത്തൊരു അക്കൗണ്ടിൽ നിന്ന് വന്നതാ. അപ്പൊ ഞാനത് പേയ്മെന്റ് ഇങ്ങനെ പറഞ്ഞു, ഓക്കെ പറഞ്ഞു. പ്രോഡക്റ്റ് ഇവർ അയച്ചു തന്നു. എൻ്റെ അടുത്ത് പറഞ്ഞ വീഡിയോ എടുത്ത് അയക്കപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ടൈം വേണം, ഞാനത് നോക്കിയിട്ടേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ സെറം യൂസ് ചെയ്ത്. എനിക്ക് പേര് ഓർമ്മയില്ല, ഞാൻ ഇന്നലെയാണ് ബോട്ടിലെടുത്ത് കളഞ്ഞത്. എന്തോ ഒരു ഫേസറാണ്, ഏതൊരു ബ്രാൻഡിന്റെ. അത് യൂസ് ചെയ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഫേസ് ഫുള്ള് നന്നായിട്ടുണ്ടോ, ഇപ്പൊക്കെ കുറഞ്ഞു. അപ്പോൾ അതങ്ങനെ ഭയങ്കരമായിട്ട് കൂടി വന്നു. എന്നിട്ട് ഞാൻ ഇവരുടെ അടുത്ത് അത് ഇൻഫോം ചെയ്തു, ഇങ്ങനെയാണ് പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഇവര് എന്നെ ബ്ലോക്ക് ചെയ്തു പോയി. കാരണം ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്പറില്ല, അക്കൗണ്ട് ഒന്നും അറിയേയില്ല. അങ്ങനെയൊക്കെ പണി കിട്ടി. അതൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ സുഡിയോടെ ലിപ്സ്റ്റിക്കും ബ്ലഷും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പം അതിൻ്റെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലായത്. പക്ഷെ ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി പിന്നെ ഞാൻ അതൊന്നുകൂടെ അപ്ലൈ ചെയ്ത് നോക്കി ഇതിൻ്റെ തന്നെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ സ്റ്റുഡിയോൻ്റെ ലിപ്സ്റ്റിക് ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്തിന്റെ ആയിരുന്നു. വെറുതെ കുറ്റം പറഞ്ഞു. പക്ഷെ അങ്ങനെ ഞാൻ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേർക്ക് റിലേറ്റബിൾ ആയിരുന്നു. ലിപ്സ്റ്റിക്കും ബ്ലഷും യൂസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഫേസ് ഒക്കെ നാശമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഒരു വട്ടം പറ്റിയിട്ടുണ്ടായി. ലിപ്സ്റ്റിക് യൂസ് ചെയ്തപ്പോൾ ഇവിടെ മൊത്തം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ. അപ്പം ഞാൻ നോക്കിയിട്ട് എല്ലാ ലോക്കൽ പ്രൊഡക്റ്റ് ഒന്നും എല്ലാ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. കൂടുതൽ ഞാൻ പ്രൊമോഷൻസ് അങ്ങനെ ചെയ്യാറില്ല. ഡ്രസ്സിന്റെ ആണ് കൂടുതലും ചെയ്യുന്നത്. ഈ പിന്നെ മണിയുടെ ഒക്കെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് കുറെ വരുമല്ലോ, ഓരോന്നൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര നമ്മള് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സിനെ ചതിക്കുന്നതാണ് അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുമ്പോഴേ. അത് പലരും റിയാക്റ്റും ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാണ്ടിരിക്കാറുണ്ടാ? ഞങ്ങളങ്ങനെ മെയിൻ എൻ്റെ അക്കൗണ്ടിൽ കൂടുതലും ഡ്രസ്സിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ആണ്. ആർജെ കപ്പിളിൽ നമുക്ക് അങ്ങനെ പ്രൊമോഷൻസ് വരൽ കുറവാണ്. ഇങ്ങനെ ചില പ്രൊമോഷൻസ് ഒക്കെ ആൾക്കാർ നമുക്ക് തരലുണ്ട്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പൈസ കിട്ടും എന്നുള്ള ഒരു പ്രൊമോഷൻസ് ഒക്കെ നമുക്ക് തരാറുണ്ട്. നമ്മൾ ചിലത് ചെയ്യില്ല. അപ്പം ഞങ്ങളിങ്ങനെ ആൾക്കാരുടെ അടുത്ത് തിരക്കുമ്പോഴത്തേനും അവർ അക്കൗണ്ടും പോകും, പിന്നെ അത് ഭയങ്കര പ്രശ്നമാകുന്നൊക്കെ അറിഞ്ഞിട്ട് നമ്മളങ്ങനെ അധികം ചെയ്യാറില്ല. നമ്മൾ ഇത്രയും ഫോളോവേഴ്സ് ആക്കി കൊണ്ടുവന്നിട്ട് ഒറ്റയടിക്ക് അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ആദ്യമേ തുടങ്ങാൻ ഇച്ചിരി പാടാ. അതെ, പിന്നെ റിയൽ ലൈഫും ഭയങ്കര മാറ്റമാണ് 100%. ശരിക്കും കഴിഞ്ഞ ദിവസം ആ ചിന്നു പാപ്പു ഒക്കെ മരണപ്പെട്ടയൊക്കെ നല്ല വീഡിയോസ് ഒക്കെ ചെയ്തായിരുന്നു. നമ്മൾ അവരുടെ ഒന്നും വിഷമം നമുക്ക് അറിയില്ല, എപ്പോഴും ഹാപ്പി ആയിട്ട് ചെയ്യുന്നതാണ്. നിങ്ങളെ പോലെ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യുന്നവരാ. അപ്പം ആ ഒരു ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട്. ശരിക്കും ഈ റിയൽ ലൈഫ് പോലെയല്ലല്ലോ, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായിട്ട് ഒന്നും താങ്ങാനുള്ള ഒരു ശക്തി ഇവർക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ടോ ഈ കണ്ടന്റ് ഒക്കെ ചെയ്യുന്നവർക്ക്? ഉറപ്പായിട്ടും അത് മെയിൻ ആയിട്ട് വരുന്നത് 2K കിഡ്സ് എന്ന് പറയുന്നത് അവർക്കാണ് മെയിൻ ആയിട്ട്. മെന്റൽ ഹെൽത്ത് അധികം ഇല്ല 2K കിഡ്സിനൊന്നും താങ്ങാൻ. ഈ ഒരു ഇതില് പെടാത്തത് 2004 വരെയുള്ള ആൾക്കാർ, 2001 തുടങ്ങി 4 വരെ ഉള്ളത്, അവര് ശരിക്കും പറഞ്ഞാൽ 90s ആ ഒരു ഇതിലേക്ക് ഉള്ള വൈബുള്ള ആൾക്കാരാണ്. അതിന് ശേഷമുള്ള ആൾക്കാരാണ് ഈ തൊട്ടേനും പിടിച്ചതിനും. കാരണം ഇടയ്ക്ക് ന്യൂസ് BMW വാങ്ങിച്ചു കൊടുത്തില്ല, ചെക്കൻ സൂയിസൈഡ് ചെയ്തു. അതൊക്കെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമ്മളെ ഓഡിയൻസ് തന്നെ ചില ഇൻഫ്ലുവൻസേഴ്സിന്റെ ജീവിതം കളയാറുണ്ട്. ഇപ്പൊ ചിന്നുപാപ്പുവിന്റെ ഒരു കേസില് അതിൽ കുറെ പേര് നെഗറ്റീവ് ആദ്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇവള് വെറുതെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ കുട്ടി സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ തന്നെ അവിടെ നല്ല കമന്റ് കൊണ്ട് വെതറാറുണ്ട്. അത് കഴിഞ്ഞിട്ട് മോശവും വന്നു. ഇപ്പൊ ഭയങ്കര നെഗറ്റീവാണ്. ഒരു ഭർത്താവ് വേറെ പോയതാണല്ലോ ഒരു പെണ്ണിന്റെ കൂടെ. അപ്പം ശരിക്കും ഞാനൊരു കമന്റ് കണ്ടതാണ്, ഇപ്പം പ്രണയിച്ച കാമുകൻ വേറെ ഏതോ പെണ്ണിനെ തേച്ചിട്ട് ഇവര് തമ്മിൽ പ്രണയിച്ച് പിന്നെ സെറ്റായി കുട്ടിയായി, എന്നിട്ട് ഇവള് അവനെ വിട്ടിട്ട് വേറെ ചെക്കൻ്റെ കൂടെ ഇപ്പൊ താമസിക്കുന്നതൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ടാണ് ആൾക്കാർ പറയുന്നത്. ശരിക്കും സ്ത്രീയാണ് മോശമാക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം കാമുകനും മരിച്ചു. ഭയങ്കര ഒരു സാഡായിട്ട് തോന്നി എനിക്ക് ആ ഒരു. പക്ഷെ നമുക്ക് അറിയാത്ത ലൈഫ്, നമുക്ക് അവരെ പേഴ്സണലി അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്. അവരുടെ തമ്മിലുള്ള ഒരു പേഴ്സണൽ കാര്യങ്ങൾ അത് അവർക്കേ അറിയുള്ളൂ. ഇപ്പൊ ആ കുട്ടിയില്ല, ഇപ്പൊ സൂസൈഡ് ചെയ്തു, പക്ഷെ അവർക്കേ അറിയുള്ളൂ എന്തൊക്കെയാ സംഭവിച്ചെന്നുള്ളത്. പക്ഷെ എന്നിട്ടും ചിന്നു പാപ്പുവിനെ ഭയങ്കരമായിട്ട് മോശമായിട്ട് ഇപ്പൊ ആദ്യമൊക്കെ പോസിറ്റീവ് പറഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോ ഓരോ കാര്യങ്ങൾ കുത്തിപ്പൊക്കി വന്ന് ചിന്നു പാപ്പു മൊത്തം നെഗറ്റീവാണ്, ആ കുട്ടിക്ക് ഇപ്പൊ ആരും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് കമന്റുകളാണ് ഞാൻ കണ്ടത്. നമുക്കൊന്നും അറിയില്ല. ശരിക്കും പറഞ്ഞാല് ചില ചാനലുകളാണ് ഇങ്ങനെ കുറെ നെഗറ്റീവ്, ഇവർക്കൊന്നും അറിയില്ല, വെറുതെ അങ്ങോട്ട് എഴുതിയിടും, എന്നിട്ട് റീച്ചിന് വേണ്ടിയിട്ട് കുറെ ഇട്ട് കാണിക്കുന്നതാണ്. അപ്പൊ ചാനലുകാരാണ് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറ്. കാരണം ഇവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇവർ വെറുതെ എഴുതി കുറെ കാര്യങ്ങൾ ഇട്ടിട്ട് പറയും ആ കുട്ടീന്റെ ജീവിതം കളഞ്ഞിട്ടാണ് ഇവളിങ്ങനെ സൂയിസൈഡ് ചെയ്തത്. ഞാൻ അങ്ങനെ കുറെ കണ്ടായിരുന്നു പോസ്റ്ററൊക്കെ. പക്ഷെ ഇവർക്ക് അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അപ്പൊ അതിലൊരാൾ വന്നിട്ട് കമന്റ് ചെയ്തിട്ട് ചോദിച്ചു, ആ കുട്ടീന്റെ അമ്മേന്റെ പേരൊന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്തിനാണ് അവന്റെ അമ്മേന്റെ കാര്യം പറയണത്, ഞാനിവിടെ വേറൊരു കാര്യം പറയുമ്പോൾ താൻ എന്തിനാ അതിനൊക്കെ പറഞ്ഞു വെച്ചിട്ട് അങ്ങനെ പേജുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് അറിയില്ല പേഴ്സണലി. പക്ഷെ ഒരുപാട് ചാനലുകാരാണ് ഈ ആൾക്കാരെ ഡീഗ്രേഡ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ശരിക്കും അതൊരു സാഡായിരുന്നു. അങ്ങനെ ശരിക്കും ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നവരൊന്നും ശരിക്കും ഇൻഫ്ലുവൻസേഴ്സ് അല്ല. ശരിക്കും അവർക്കൊന്നും എല്ലാരും അങ്ങനെ വിളിക്കരുത് എല്ലാരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പലരും ഇങ്ങനെ ആൾക്കാരെ ഇത്രയും ഒന്നും താങ്ങാൻ പറ്റാതെ പെട്ടെന്ന് സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള അവരെ താങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. അത് ഭയങ്കര ഒരു മോശമായിട്ടുള്ള കാര്യമല്ലേ. ചിലപ്പോ ആ കുട്ടീന്റെ കൂടെ ചിലപ്പോ ഉണ്ടായിരുന്നവരും ഉണ്ടായിരിക്കില്ലായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കും, നമുക്ക് അറിയില്ലല്ലോ. എല്ലാരും നമ്മൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് മൊത്തം ഇൻഫ്ലുവൻസേഴ്സ് വിളിക്കാനായിട്ട് പറ്റുമോ? അതില്ല, അതൊരിക്കലും ഇല്ല. പക്ഷെ നമുക്ക് എല്ലാം ഇപ്പൊ എന്റെ അനുഭവങ്ങൾ വേണമെങ്കിൽ എനിക്ക് എന്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യായിരുന്നു. പക്ഷെ നമ്മളത് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ അടിയിൽ വരും
ഇപ്പൊ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്താന്ന് പറയും. അപ്പം അങ്ങനെയാണ് ചില കാര്യങ്ങൾ എല്ലാവരുടെയും റിയൽ ലൈഫ്. ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ റിയൽ ലൈഫ് നമുക്ക് അങ്ങനെ എല്ലാത്തിലും ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇപ്പൊ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ അവർ തമ്മിൽ വീണ്ടും റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും അപ്പൊ നിങ്ങൾ അന്ന് ചെയ്തത് വെറും ആക്ടിങ് ആന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ട് ചിലർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും, ചിലത് അങ്ങനെ ഉണ്ടായിട്ടില്ല. ചിലർ ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിരിക്കും. നമ്മളതിൽ ഇപ്പൊ 18+ പുറത്ത് കണ്ടു കഴിഞ്ഞാൽ അവർ 18+ വീഡിയോ ചെയ്യണവരാന്ന് പറയുള്ളൂ. പക്ഷെ നമ്മുടെ അക്കൗണ്ടിൽ 18+നേക്കാളും കൂടുതൽ കോമഡി വീഡിയോസും റിയാക്ഷൻ വീഡിയോസൊക്കെ എടുക്കുന്നത്. നമ്മൾ ഇടയ്ക്ക് മാത്രമേ ഒരു വീഡിയോ അങ്ങനെ ഇട്ട് കൊടുക്കും. നമ്മൾ ശരിക്കില്ലേ 18 ഇപ്പൊ നോർമൽ ഒരു കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് റീച്ച് ഉണ്ടാവില്ല. പക്ഷെ 18+ ഇടുമ്പോൾ അത് കാണാൻ ഒരുപാട് പേരുണ്ട്, എന്നിട്ട് കുറ്റവും അതൊരു കുറ്റവും പറയും. അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇതൊക്കെ ഉണ്ട്, റീച്ച് ഉണ്ടാവുന്നത്. പക്ഷെ നമ്മള് ആൾക്കാർ പറയുന്നത് നമ്മള് വഴി തെറ്റിക്കുന്ന ആൾക്കാരെ എന്ത് മെസ്സേജാ കൊടുക്കണേന്ന്. പക്ഷെ അവർ ഇതിന്ന് കണ്ടില്ലെങ്കിൽ ഇതിനെ ഹൈപ്പർ ആയിട്ടുള്ള സൈറ്റിൽ നിന്നോ കാര്യങ്ങളൊക്കെ കാണും. നിങ്ങളുടെ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. ഞാൻ 1-2 വട്ടം കാണും. എന്നാൽ നമ്മള് കോമഡി പോലെ പറയുള്ളൂ എന്തെങ്കിലും. കോമഡി ആയിട്ട് പിന്നെ അത് ചിന്തിക്കണം. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെറുപ്പത്തിലേ തുടങ്ങി നമ്മൾ ഇങ്ങനെ ഒരു മോട്ടിവേഷൻ കൊടുക്കണം നല്ലതാണ്. കാരണം വലുതായി അവര് വേറെ കൂട്ടുകെട്ടിന്ന് ഈ സംഭവം അറിയണമെന്നുണ്ടെങ്കിൽ അവർക്കത് അനുഭവിക്കാനോ അതിനുള്ളൊരു ടെൻഡൻസി വരും. പക്ഷെ ചെറുപ്പത്തിലേ അറിയുമ്പോൾ അതങ്ങനെ അത്ര വലിയ കാര്യമായിട്ടുള്ള ഇതായിട്ട് എടുക്കില്ല അവര്. ഏതായാലും കണ്ടന്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാ. ഒരു കാര്യം കൂടി ലാസ്റ്റ് ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ള ഒരു സ്വഭാവവും നെഗറ്റീവായിട്ട് തോന്നിയത് എന്തെങ്കിലും രണ്ടുപേരുടെയും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും പറയും, ചെയ്തോളാൻ പറയും. ഇപ്പം എനിക്കിപ്പോൾ ഒരു വണ്ടി വാങ്ങണമെന്ന് പറയും, പൈസ ഇല്ലാന്ന് പറയും. ഇത് സ്വർണ്ണം എന്നിട്ട് പറയും ഇത് കൊണ്ടുവച്ചോ എന്നിട്ട് നോക്ക്. ഇപ്പോൾ ബിസിനസ് തുടങ്ങാൻ പോണ കാര്യം പറഞ്ഞ് സപ്പോർട്ട് ചെയ്തു. ആ ഒരു ഇതിൽ ഓക്കെയാണ്. നെഗറ്റീവ് ഒന്നുമില്ല. നെഗറ്റീവ് ദേഷ്യം, പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷെ ദേഷ്യം ഉണ്ടാക്കണ ഞാനാ. എനിക്ക് കളിയാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരു ലിമിറ്റ് വിട്ട് കളിയാക്കിയ ദേഷ്യം വരും. എനിക്ക് അതാണ് വേണ്ടത്, എപ്പോഴും ഹാപ്പി ആക്കുക. തിരിച്ചോ? എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരാറ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അത് തന്നെ നെഗറ്റീവ് എന്തെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴും അത് ഭയങ്കരമായിട്ട് ഇതായിട്ട് എടുത്തിട്ട് പ്രശ്നം ഉണ്ടാവാറുണ്ട്. അത് പിന്നെ ദേഷ്യം സെയിം തന്നെ, ദേഷ്യം തന്നെയാണ്. ഞാനിപ്പോ കുറച്ചു, ഇപ്പൊ ഭയങ്കരമായിട്ട് കുറഞ്ഞു. മുന്നൊക്കെ ഭയങ്കര ഓവർ. ഞങ്ങൾ തല്ല് കൂടിയിട്ട് 4 മാസം 3 മാസം കണ്ടു. ആണോ? നല്ലതാ. അപ്പൊ ഇങ്ങനെ ഇപ്പൊ നിങ്ങളെ കണ്ടിട്ട് പ്രണയിക്കണം എന്ന് തോന്നിയ ആൾക്കാരൊക്കെ ഉണ്ട്, അവരോട് എന്താ പറയാനുള്ളത്? പ്രണയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ എല്ലാ ക്വാളിറ്റീസും മനസ്സിലാക്കിയിട്ട് മാത്രം സ്നേഹിക്കുക. പിന്നീട് നിങ്ങൾക്ക് അതൊരു ബാധ്യത ആവരുത്. വേറൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങളുടെ ആളിനെ നിങ്ങൾ വേറൊരു ആ അന്ന് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് കുത്തിപ്പൊക്കി ആളെ ഇമോഷണലി ഡാമേജ് ആക്കാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് തുറന്നു പറയാം, നീ അത് ചെയ്താൽ ശരിയല്ല, അപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ പറയുക. ആ ആളായിട്ട് തന്നെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. പിന്നെ സ്നേഹിക്കുകയാണെങ്കിൽ കല്യാണം കഴിക്കുക. എല്ലാ കാര്യവും തുറന്നു വന്നിട്ടും കൂടെ നിൽക്കുന്നുണ്ടല്ലോ അല്ലേ അത്രയും ആദ്യത്തെ റിലേഷനൊക്കെ. എന്താ ജിഷ്ണുവിന്റെ അഭിപ്രായം? ഏതാ പ്രണയിക്കുന്നവരോടൊക്കെ നിങ്ങളെ കണ്ടിട്ട് ശരിക്കും? ഞാൻ ഇപ്പൊ അറേഞ്ച്ഡ് മാരേജ് ആണ് നല്ലത്, ലവ് മാരേജാ? ഒരാളെ മനസ്സിലാക്കി ലൈഫിലേക്ക് കാലെടുത്ത് വെക്കണ നല്ലത്. അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ നമുക്കൊന്നും അറിയില്ല, പെട്ടെന്നായിരിക്കും ആളുടെ സ്വഭാവം വല്ല സൈക്കോ ആവണതോ എന്ത് വേണേലും ആവാം. ആ സമയത്ത് കല്യാണം കെട്ടി കഴിഞ്ഞ് 4 ആൾക്കാരെ കാണിച്ചു കഴിഞ്ഞിട്ട് കെട്ടി കഴിഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പറഞ്ഞിട്ട് അവര് പറയും എന്തെങ്കിലും കുറ്റം പറഞ്ഞ് നടക്കും. ലവ് മാരേജ് ആകുമ്പോൾ നമുക്ക് അറിഞ്ഞ് മനസ്സിലാക്കി ആളുടെ അടുത്ത് കൂടെ ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് നല്ലൊരു ലൈഫ് നമുക്ക് കിട്ടും ചെയ്യും. ഇല്ല, നല്ലൊരു പാട്ടുകാരനാണ് രേവതിയും, നല്ല പാട്ടുകാരിയാണ്. ഒരു പാട്ട് കൂടി പാടിയിട്ട് നമുക്ക് നിർത്താം. ഒരു പാട്ട് പാടും, നന്നായിട്ട് പാടും ജിഷ്ണു. രേവതി കൂടെ പാടുമ്പോ കോമഡിയാണ്, എന്നാലും നാണിക്കണ്ടെന്ന് പാട്. ഇങ്ങനെ പാടി ശീലില്ലേ? 2 വരി പാടിയാ മതി. പാട് 2-3 വരി. ഇവക്ക് വേണ്ടി പാടാം. രേവതിക്ക് വേണ്ടിയാ? പാട്. തുടങ്ങട്ടെ. മിന്നുന്നുണ്ടേ മുല്ല പോലെ കുരുന്നു കണ്ണിലെ കുറുമ്പു കണ്ടു ഞാൻ, കൂടെ നീയില്ലാതെയായാൽ 100ആയി നുറുങ്ങിടും കണ്ണാടിയാണ് ഞാൻ. എന്നാണ് ചിരിക്കാതിരുന്നതാ? ഞാൻ ചിരിച്ചിട്ടുണ്ടായില്ല. ഇവരുടെ ചിരി കാരണം ഈ പാട്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. നല്ലതാ. സാധാരണ ഞാൻ ഹൈ പിച്ചിലാ പാടാറ്, ഇവിടെ ഹൈ പിച്ച് പാടിയ വെള്ളി വീഴും. ആ കുഴപ്പമില്ല. ഏതായാലും രേവതിക്ക് വേണ്ടി ഒരു പാട്ട് സ്പോൺസർ ചെയ്തല്ലോ. അപ്പോൾ ഏതായാലും ഇങ്ങനെ സന്തോഷത്തോടെ എന്നും പോവാ.
എല്ലാ അസുഖങ്ങളും മാറട്ടെ, മരുന്നൊക്കെ നന്നായിട്ട് കഴിക്കുക. അപ്പോൾ താങ്ക് യു. ഓക്കെ. താങ്ക് യു.